പേരൂർക്കടയിൽ ദളിത് സ്ത്രീക്കെതിരായ മാനസിക പീഡനത്തിൽ പേരൂർക്കട സബ് ഇൻസ്പെക്ടറിന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പരാതി കിട്ടുമ്പോഴെടുക്കേണ്ട പ്രാഥമിക നടപടികൾ എസ് ടി പ്രസാദ് പാലിച്ചില്ല. പ്രാഥമിക അന്വേഷണം നടത്താതെ, നടപടിക്രമം പാലിക്കാതെ ഇരയെ കസ്റ്റഡിയിലെടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒരു ഓഫീസർക്ക് ചെന്ന പ്രവൃത്തിയല്ല പ്രസാദിൻ്റെ ഭാഗത്തുണ്ടായെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പ്രൈം ടൈമിലേക്ക് സ്വാഗതം അജീഷ്. വിവരങ്ങൾ. SKN സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറിന്റെ അന്വേഷണത്തിലാണ് SG പ്രസാദിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുള്ളത്. ഈ കേസിൽ ഈ പരാതിക്കാർ ഒരു പരാതി നൽകിയപ്പോൾ അതിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്താതെയാണ് ഇതിൽ പറയുന്ന ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. മാത്രമല്ല, കസ്റ്റഡിയിലെടുക്കുമ്പോൾ ചെയ്യേണ്ട ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് GDയിലടക്കം എൻ്റർ ചെയ്യണം. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ SG പ്രസാദിന് പ്രിൻസിപ്പൽ SIക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിനുശേഷം തെളിവെടുപ്പടക്കം നടത്തുമ്പോൾ നടത്തേണ്ട സാമാന്യ നടപടികൾ പോലും പാലിച്ചില്ലെന്നും അതിലടക്കം വീഴ്ച വരുത്തിയെന്നും ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. SG പ്രസാദിന്റെ നടപടി പോലീസിന്റെ ആകെ പ്രതിച്ഛായയ്ക്കും കളങ്കമുണ്ടാക്കി. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വലിയ രീതിയിൽ കുറ്റം ചെയ്തു എന്നടക്കമുള്ള പരാമർശങ്ങളാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ACPയുടെ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർ SIയെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. തുടരന്വേഷണത്തിനായി ശംഖുമുഖം ACPക്ക് ചുമതലയും നൽകിയിട്ടുണ്ട്. 15 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷമായിരിക്കും സിറ്റി പോലീസ് കമ്മീഷണർ മറ്റു ഉദ്യോഗസ്ഥർക്ക് കൂടി പങ്കുണ്ടോ ഈ സംഭവത്തിൽ, ഈ ഇരയെ മാനസികമായി പീഡിപ്പിക്കുന്നതിൽ മറ്റു ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചായിരിക്കും നടപടി സ്വീകരിക്കുക. നിലവിൽ SIക്ക് മാത്രമാണ് വീഴ്ച എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പറയുന്നത്. നിലവിൽ പോലീസിന്റെ തലത്തിൽ ഒരു അന്വേഷണം കൂടി നടത്തുന്നുണ്ട്. ആ അന്വേഷണം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ ശേഷം മാത്രമേ ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് സിറ്റി പോലീസ് കമ്മീഷണർ നടക്കുകയുള്ളൂ. ഗുരുതരമായ വീഴ്ച എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ത്രീയെ രാത്രിയിൽ സംശയത്തിന്റെ പേരിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അത് രാത്രി മുഴുവനും സ്റ്റേഷനിൽ തങ്ങാൻ നിർബന്ധിതമാക്കി. ഏതാണ്ട് 20 മണിക്കൂർ അതവരെ ചോദ്യം ചെയ്തു. അത് ഈ ഒരു പരാതി കിട്ടുമ്പോൾ ആ പരാതിക്കാരിയുടെ വീട്ടിൽ പോയി അതിൽ ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പ്രാഥമികമായി പോലും പരിശോധിക്കാതെയാണ് സംശയത്തിന്റെ ഇടയിൽ ഒരു ഇരയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി തുടങ്ങിയ കണ്ടെത്തലുകളാണുള്ളത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടന്നു വരികയാണ്. പരാതിക്കാരിയും നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.